മയിലെ മയിലെ കുറച്ച് മയിൽപ്പീലി തരൂ പ്ലീസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കല്. ഇങ്ങോട്ടൊന്ന് തിരിയാൻ പറയേ. എങ്ങനെ പറയും? പീകോക്ക് കണ്ടോ? മയിലിനെ കണ്ട അമ്പരന്ന് നിൽക്കുക. മയിലിനെ കണ്ടോ? മയിലിനെ കണ്ടോ? പീകോക്ക്. ഹലോ ഗൈസ്, നിങ്ങൾക്ക് മയിലിനെ കാണണോ? ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെ 2 മയിലുകളുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്തേ നോക്കിക്കോ. കണ്ടോ ഗൈസ്, എൻ്റെ വീട്ടിലെ മയില്. 2 മയിലുകളുണ്ട് ഞങ്ങളുടെ വീട്ടില്. പീകോക്സ്. ഗൈസ്, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് മയില് കണ്ടോ? മയില് ഒന്നല്ല 2 മയിലാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ളത്. ഹായ്, എവിടെ പോകുന്നത് രണ്ടും കൂടെ? ദേണ്ട മയില്. നമ്മൾ കുറച്ച് മയിൽപ്പീലി എടുക്കാൻ പോവുകയാണ്. മയില് സമ്മതിക്കാന്നറിയത്തില്ല. മയിലെ മയിലെ കുറച്ച് മയിൽപ്പീലി തരൂ പ്ലീസ്. ദൈവമേ, കുറച്ച് മയിൽപ്പീലി ഇങ്ങ് തന്നിട്ട് പോ. കൂട്ടുകാരൻ എവിടെ പോയോ ഉണ്ടോ? കൂട്ടുകാരനല്ല, കൂട്ടുകാരിയെ കാണുന്നില്ല. ഇതാണാണ് കൂട്ടുകാരി അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ ഒരു മയിൽപ്പീലിയെങ്കിലും പൊഴിച്ചിട്ടിട്ട് പോയിക്കൂടെ? ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു മയിൽപ്പീലി എടുക്കാൻ പോവാണ്. എടാ, ഒരു മയിൽപ്പീലി തന്നിട്ട് പോരാ മയില്. എന്തിനാണ് ഒരു മയിൽപ്പീലി തന്നിട്ട് പോക്കി? അതേ കയറി പോകുന്നു. എൻ്റെ വീട്ടിൽ ചുറ്റിക്കറങ്ങിയിട്ട് എനിക്കൊരു മയിൽപ്പീലി തരുന്നില്ലത്. കണ്ടോ? പീലി വിടർത്തി നിൽക്കുന്ന കണ്ടോ? 2 മയിലുണ്ട്, ഒരു പെൺമയിലും ഒരു ആൺമയിലും. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ആ, പീലി വിടർത്തി അങ്ങോട്ട് നിൽക്കുക കേട്ടോ. ഇങ്ങോട്ടൊന്ന് തിരിയാൻ പറയേ. എങ്ങനെ പറയും? പീകോക്ക് ഒന്ന് തിരിയോ പ്ലീസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കല്. ആ, തിരി. യെസ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫ്രണ്ടിലോട്ടങ്ങ് പോകും. എന്നെ കൊത്തുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റം തന്നെയാണ്. സൈഡിൽ ആളൊഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ഓടി വേണ്ടേ ഞങ്ങളുടെ ഡെല്ലൂസ് മമ്മി. ഇതാണ് ഞങ്ങളുടെ വീട്. ഡെല്ലു, മയിലിനെ കണ്ടോ? മയിലിനെ കണ്ട അമ്പരന്ന് നിൽക്കുക. മയിലിനെ കണ്ടോ? മയിലിനെ കണ്ടോ? പീകോക്ക്. ഹായ്. ഇത് അങ്ങനെ അതാ അതേ ഓടി പോന്നു. അതാണ് തോന്നുന്നു ആൺമയിലേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളത് തന്നെയാണ്. പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും കിട്ടാറില്ല. ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ മയിൽ എവിടെയാണ് പോയിരിക്കുന്നത് നോക്കിയേ. കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു മോർണിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉണർന്ന് എണീറ്റ് വരുമ്പം കണ്ട കാഴ്ച കാണിച്ചു തരാമേ നിങ്ങളെ. ബാക്ക് ക്യാമറ കാണിച്ചു തരാം ഞാൻ. നമ്മൾ മയിലിനെയൊക്കെ കണ്ടാണ് ഉണരുന്നത്. ഇതേണ്ട കണ്ടോ? ഇന്നലെ വൈകിട്ട് ഇവന്മാർ ഫുള്ള് ഇവിടെയായിരുന്നു, നമ്മുടെ മുറ്റത്തായിരുന്നു. ഇന്നതേ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട്
ഒരാളിതോ ആ ഓടിൻ്റെ മുകളിലും ഒരാളിതോ അവിടെ ആ സിറ്റ് ഔട്ടിൻ്റെ അവിടെയും കണ്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഈ 2 മയിലുകളും നമ്മുടെ മുറ്റത്തോടി കളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്വഭാവം. രാവിലെ അവിടെ പോയിരിക്കും, ഉച്ചയ്ക്ക് ഇവിടെ പോയിരിക്കും, വൈകിട്ട് ഇങ്ങ് വരും. അങ്ങനെ അത് ചുറ്റിക്കറങ്ങി കഴിയുന്നു. അപ്പോൾ എന്തായാലും മയിലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ മുറ്റത്തിറങ്ങിയതല്ലേ. സോ നമ്മുടെ വീടിൻ്റെ പരിസരവും മുറ്റവും ചെടികളും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ അവിടെ ഒരു മുല്ലവള്ളി നമ്മളിങ്ങനെ പടർത്തിയിട്ടുണ്ട്. ഇതിൽ മുല്ലയുടെ സീസൺ ആകുമ്പോൾ നിറച്ചും മുല്ലപ്പൂക്കൾ പിടിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയ മരമുണ്ട്, ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു മരം. ഇതിലാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതിൽ ഇതെന്തായിരുന്നു, ഇതിൽ ഹാങ്ങിങ് ചെടിയായിരുന്നു. അന്ന് ഭയങ്കര ട്രെൻഡായിരുന്നു, പക്ഷെ ഇപ്പം അതങ്ങനെ കരിഞ്ഞൊക്കെ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടേ ചെടികളും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇല്ല വലുതായിട്ട്. പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ടൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, പൈനാപ്പിൾ കൈതച്ചക്ക. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത്രയും ചെറിയ കൈതച്ചക്ക? പിന്നെ മുളക്, ഇതൊക്കെ ഇവിടെ നല്ല ലാഭിഷായിട്ടുള്ള സാധനങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ ആളില്ലല്ലോ, വീട്ടിലാരും ഇല്ലല്ലോ, മമ്മി നമ്മുടെ കൂടെയല്ലേ. സോ അതുകൊണ്ട് ഇങ്ങനെ കരിഞ്ഞ് ഡ്രൈ ആയിപ്പോയി എല്ലാം. ഇതൊരു റോസാ ചെടിയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മാവ്, മുറ്റത്തെ തന്നെ മാവ് നിറച്ചും പൂത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മാവൊക്കെ റെഡിയാവും. പിന്നെ ചെറിയ ഇതിൽ കുറച്ച് ചെറിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. ഞാൻ കാണിച്ചു തരാം. അതാണ്ട് ഒരു വാഴക്കൊല. നമ്മുടെ വീട്ടിൽ കുറേ വാഴയും വാഴക്കൊലയും ഒക്കെ ഉണ്ട്. അതാണ്ട് ഇവിടെ ഉണ്ടൊരെണ്ണം. പിന്നെ ഇത് കാണിച്ചില്ലല്ലോ. നല്ല അടിപൊളി ഒരു തെറ്റി, നിറച്ചും തെറ്റി പൂക്കളും ഉണ്ട് അതിനകത്ത്. ഇതിപ്പോൾ രാവിലെയാണ്, സമയം 8 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഒരു കിളികളുടെ സൗണ്ടും ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നിറച്ചും ചെടികളും പൂക്കളും ഹാങ്ങിങ്സും ഒക്കെ ആയിരുന്നു, ഒക്കെ പോയി. ഇത് നമ്മുടെ മണി പ്ലാന്റ്. ഇവിടുന്ന് കുറച്ച് എടുത്ത് കളഞ്ഞതിൻ്റെ പാടാണ് ഈ ഭിത്തിയിൽ കാണുന്നത്, കണ്ടോ. പിന്നെ ഞങ്ങൾക്കൊരു കുളമുണ്ടായിരുന്നു. കുളമൊക്കെ ഇപ്പം കുളമായി വറ്റി വരണ്ട് കിടക്കുകയാണ്. പിന്നെ വേണ്ടേ, ഇത് വെറുതെ കിടക്കുകയാണ്. ചക്ക സീസൺ ആയതുകൊണ്ട് കുറച്ച് ചക്കയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇത് ചീമ നെല്ലിക്കയാണ്. ഇത് പണ്ടത്തെ ഒരു ചെടിയല്ലായിരുന്നോ, എന്താ എവർഗ്രീൻ. നമ്മൾ ബൊക്കെയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എവർഗ്രീൻ ആയിരുന്നു. അങ്ങോട്ടൊക്കെ ഞാൻ പോകുന്നില്ല. ഇത് കണ്ട നിറച്ചും ഇത് കിടക്കുന്നത്. എന്താ ഇത്? ബ്ലാത്തിക്ക. ഓരോ സ്ഥലത്ത് ഓരോ പേരാണെന്ന് തോന്നുന്നു പറയുന്നത്. നമ്മളിതിന് ബ്ലാത്തിക്ക എന്ന് പറയും. കുറേ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട്. ടെറസിൻ്റെ മുകളിൽ കയറിയാൽ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴും ആ മയിൽ അവിടെ തന്നെ ഉണ്ട്. കണ്ടോ, കാണുന്നില്ലല്ലേ? കാണിച്ചു തരാം. അത് എണീറ്റ് നിന്ന് കേട്ടോ. ഇറങ്ങാനുള്ള ലക്ഷണമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ ഇത്രയും മതി. നമ്മൾ മയിലിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് ഒരു വ്ളോഗൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതൊന്നുമല്ല. ജസ്റ്റ് അപ്പോൾ മയിലിനെ എടുത്തപ്പോൾ പിന്നെ ബാക്ക്ഗ്രൗണ്ടും കൂടെ എടുക്കാമെന്ന് ഓർത്ത് അങ്ങ് എടുത്തതാണ്. സോ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോം ടൂറോ എന്തെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.